ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി ചമ്മന്തിയാണ്. ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കഴിക്കാൻ. അപ്പോൾ ഇത് നല്ല ഇങ്ങനെ ഒന്ന് ഇത് നല്ല നമ്മൾ കണലില്ലേ, അടുപ്പ് കത്തിച്ച കണലിൽ, അതിലാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ പിന്നെ അടുപ്പ് കത്തിക്കാനുള്ള മടി കൊണ്ട് ഇങ്ങനെ ഗ്യാസിൽ വെച്ചിട്ട് ചെയ്താട്ടോ. എന്താ ഇങ്ങനെ ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, മുളക്. മുളകിൻ്റെ മണക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പപ്പടക്കോലില്ലേ, പപ്പടക്കോലില്ലാട്ടോ ഞാൻ കോർത്തിട്ടുള്ള മുളക് വല്ലാതാക്കണ്ട, അപ്പോൾ കരിഞ്ഞ ചുവണ്ടാവും. അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെ ഗ്യാസിൽ വെച്ചിട്ട് ചൂടാക്കിയത്. പിന്നെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഉപ്പ്, പിന്നെ നല്ല നാട്ടൻ വെളിച്ചെണ്ണ, പിന്നെ നമ്മൾ മെയിൻ ഐറ്റം നമ്മളെ ഇടിക്കല്ലേ കേട്ടോ. മിക്സിയിലൊക്കെ ഇട്ടിട്ട് ചെയ്യാം, പക്ഷെ എന്താണെന്നറിയോ, മിക്സിയിലൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടൂല. ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ ഇതിലിട്ടിട്ട് ആക്കുന്ന ടേസ്റ്റ് കിട്ടൂല. ഇത് ശരിക്കും അമ്മയും മട്ടർ അരക്കണം കേട്ടോ, ഞാൻ ഇതിലാട്ടോ ചെയ്യുന്നത്. അപ്പോൾ നോക്കാട്ടോ പണി അടുത്തത്. അപ്പോൾ അതാ ഞാൻ ഇതൊക്കെ നമ്മൾ ചൂടാക്കിയതില്ലേ, അത് ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്കിനി പുളിയില്ലേ, പുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പും. ഇനി നമുക്കൊന്നും കൂടി ഇങ്ങനെ ഇങ്ങനെ ഇടിച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഇടിച്ചു, ഇങ്ങനെ കൈ വെച്ച് കൊടുക്കണമെന്താ അറിയോ, തെറിച്ച് പോയിരിക്കാം. ക്യാമറാമാൻ്റെ കണ്ണിലേക്ക് കുറച്ച് തെറിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നിട്ട് ഇങ്ങനെ 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 കൈ വെച്ചതാണ്. അപ്പോൾ ഇതാട്ടോ ഒന്നും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ അറിയാത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടില്ലേ ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. ഇതന്നെ എൻ്റെ വായിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇപ്പം അധികം ഇതൊന്നും പരിചയം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അപ്പോൾ തട്ടാ നല്ല ഇത് ഇനിയും നന്നായിട്ടൊന്നും കൂടി കുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അരഞ്ഞു കിട്ടുവേ. അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കല്ലിൽ കുത്ത് മടിയുള്ള ആൾക്കാർ മിക്സിനെ എടുത്തോട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ. ഇത് നല്ല അരവ് ആവുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിന് ടേസ്റ്റ് കുറവൊന്നുമില്ല, നമുക്ക് ഇത് പരിചയമില്ലാത്തതുകൊണ്ട് ശരിക്കും കുത്തിയിട്ടായിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. പൊള്ളിയാണ്, നല്ല എരിവും പുളിയും. പിന്നെ ചുട്ടതായതുകൊണ്ട് ചുട്ടതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ട് കേട്ടോ. കനലാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് നന്നായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ മിക്സിൻ്റെ ജാറെടുത്ത് കൊടുന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കാണിച്ചത് കാണുന്നുണ്ടോ? ഞാനിതട്ടോ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് ഇനി ചോറിൻ്റെ കൂടെ കഴിക്കാട്ടോ. ഇത് അമ്മിയിലൊക്കെ അരച്ചിട്ട് എന്താ പറയുക, കുറച്ച് ചോറ് അരച്ചിട്ട് ആ അമ്മിയിൽ കുറച്ച് ചോറും കൂടി ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ച് തിന്നാണ്ടെങ്കിലോ, ആഹാ, ഒരു മന്തിയും വേണ്ട
ഒരു കബ്സയും വേണ്ട, ഒന്നും വേണ്ട, അൽഫാം ഒന്നും വേണ്ട കേട്ടോ. ഇതെന്നെ മതി ചോറ് വയറ് നിറച്ച് തിന്നാൻ.